ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഡേറ്റാബേസിൻ്റെ ബാക്കി മൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് SQL, അതായത് ഡേറ്റാബേസിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ SQL എന്ന് പറയുന്നത് എന്താണ്? SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ഒരു ലാംഗ്വേജ് ആണ്. അതായത് SQL എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമ്മളെ റിലേഷണൽ ഡേറ്റാബേസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. അപ്പോൾ SQLൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പേ SQLൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. സോ എന്താണ് SQLൻ്റെ ഹിസ്റ്ററി? അതായത് SQL എന്ന് പറയുന്നത് ആദ്യം അറിയപ്പെടുന്നത് സ്കോറിൽ 1970 SQLനെ സ്കോറിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതിനുശേഷം 1986 SQL എന്ന പദം വന്നത്. ഇത് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ANSI എന്ന് പറയുന്നവരാണ് ഇതിന് SQL എന്ന പേര് കൊടുത്തത്. സോ SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് enables to create the relational database okay, which are a set of informations. Okay, so നമ്മുടെ SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ SQL ചൂസ് ചെയ്യുന്നത്? അതായത് SQLൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ക്വറി പ്രോസസ്സിംഗ്. ഞാൻ ഫസ്റ്റ് ഈ അഡ്വാൻറ്റേജ് പറയുന്നതിന് മുമ്പേ എന്താണ് ക്വറി എന്ന് പറയാം. അതായത് നമ്മുടെ C++ പ്രോഗ്രാമിങ്ങിനാണെങ്കിലും ഏതൊരു പ്രോഗ്രാമിങ്ങിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിന് നമ്മൾ പറയുന്ന പേര്, ഈ SQLൻ്റെ അകത്ത് ആ കമാൻഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ക്വറി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ റിട്രീവ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ എളുപ്പത്തിൽ നമുക്ക് പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ക്വറി ലാംഗ്വേജ്. നമുക്ക് ഈസി ആയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണെങ്കിലും റിട്രീവ് ചെയ്യാനൊക്കെ, ക്വിക്ക്ലി ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ SQL യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് SQL. എന്താണ്? ഫാസ്റ്റ് ക്വറി പ്രോസസ്സിംഗ്. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ കോഡിംഗ് സ്കിൽസ്. അതായത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ സിൻടാക്സ് ഒക്കെ അറിയാമെങ്കിൽ വളരെയധികം എന്താണ് എളുപ്പത്തിൽ നമുക്കിതിൻ്റെ കോഡിങ് ചെയ്യാം. വലുതായിട്ട് കോഡിങ് സ്കിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് വലിയ പ്രോഗ്രാംസ് ആണെങ്കിലും ചെറിയ ചെറിയ കോഡ്സ് മതി. അത് പഠിക്കാനായിട്ട് നമ്മൾ ഭയങ്കര എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ക്വറി പ്രോസസ്സിംഗ്, സെക്കൻഡ് വൺ നോ കോഡിങ് സ്കിൽസ്. അപ്പോൾ 2 അഡ്വാൻറ്റേജ് ആയി. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നെ എഴുതാം, പോർട്ടബിൾ. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണമെങ്കിലും SQL ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് MS ഓഫീസ്, അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസിലാണ് ചെയ്തത്. നാളെ നമുക്ക് ഉബുണ്ടുവിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈസി വി ക്യാൻ ട്രാൻസ്ഫർ ഫ്രോം വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു അനദർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഫസ്റ്റ് 3 അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഫാസ്റ്റ് ക്വറി പ്രോസസ്സിംഗ്, സെക്കൻഡ് വൺ എന്തായിരുന്നു? നോ കോഡിംഗ് സ്കിൽസ് റിക്വയർ, തേർഡ് വൺ പോർട്ടബിൾ, ഫോർത്ത് വൺ ഇന്ററാക്റ്റീവ് ലാംഗ്വേജ്. കാരണം സാധാരണക്കാർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലാംഗ്വേജ് ആണിത്. സോ വി ക്യാൻ ഈസിലി ആക്സസ് ഓർ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL. So these are the 4 advantages of SQL.
First one, easy query processing. Second one, no coding skills. Third one, portable. And the fourth one, interactive languages. So these are the 4 advantages of SQL. അപ്പോൾ SQLും SQLിൻ്റെ അഡ്വാൻറ്റേജും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി SQLിൻ്റെ അകത്ത് വരുന്ന 3 കമ്പോണൻസ്, നമ്മൾ അതിൻ്റെ എക്സ്പാൻഷനും ഡെഫിനിഷനും മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ. അതിൻ്റെ കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ ചാപ്റ്റർ തീരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് SQL ഈസ് DDL. എന്താണ് DDL? D stands for data. D stands for data. Next DD. This D stands for definition. Data definition language. L stands for language. So this is the expansion, data definition language. This is used for creation and deletion of the tables. ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിൻ്റെ ക്രിയേഷനെയും ഡിലീഷനെയും സഹായിക്കുന്ന എല്ലാ കമാൻഡ്സിനെയും നമുക്ക് DDLൻ്റെ അകത്ത് പറയാം. നമ്മൾ MySQLൻ്റെ അകത്ത് ഏതൊക്കെ കമാൻഡ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ദ എക്സ്പാൻഷൻ ആൻഡ് ഡെഫിനിഷൻ. സോ DDL provides statements for creation and deletion of database. ക്രിയേഷനും ഡിലീഷനും വേണ്ടി സഹായിക്കുന്ന എല്ലാ കമാൻഡ്സിനെയും നമുക്ക് DDL എന്ന് പറയാം. DDLൻ്റെ ഫുൾ ഫോം ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് കമ്പോണൻറ്റ് DML. സെക്കൻഡ് കമ്പോണൻറ്റ് DML. This is used for modify the data statements or to manipulate ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. So this is the expansion of DML, data manipulation language. This is provides data manipulation of the database. അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ അങ്ങനെയുള്ള കമാൻഡ്സ് ഒക്കെ നമ്മൾ ഏതിൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത്? ഈ DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ബട്ട് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി കനോട്ട് ഏബിൾ ടു ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റാബേസ്. ക്രിയേഷനും ഡിലീഷനും DDL ആണെന്ന് പറഞ്ഞു. സോ DML കമാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ എന്ത് മാറ്റാൻ പറ്റൂല? സ്ട്രക്ചർ മാറ്റാൻ പറ്റൂല. സോ ലാസ്റ്റ് കമ്പോണൻറ്റ് DQL. Data query language. Used for fetching data from the database. We can retrieve data from the database. ഡേറ്റാബേസിൽ നിന്ന് നമ്മൾ ഡേറ്റാസ് ഫച്ച് ചെയ്തെടുക്കുന്ന കമാൻഡ്സ് ഏതിൻ്റെ അകത്താണ് വരുന്നത്? DQL. എക്സ്പാൻഷൻ എന്തായിരിക്കും അപ്പോൾ? ഡേറ്റ നമുക്കറിയാം, നമുക്കറിയാം ലാംഗ്വേജ്. Q സ്വാഭാവികമായിട്ട് SQL, query, data query language. So these are the 3 components of SQL. ഏതൊക്കെയാണ്? DDL, DML and DQL. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞത് SQLൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് 3 കമ്പോണൻസ് ഓഫ് SQL ആണ്. ഇനി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയ MySQLൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. MySQL. MySQL തന്നെ ഫ്രീ ആൻഡ് ഫാസ്റ്റ് യൂസിങ് റിലേഷണൽ ഡേറ്റാബേസ് മോഡലിൻ്റെ അകത്ത് നമ്മൾ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആണ്, അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പോർട്ടബിൾ ആണ്, അതുപോലെ തന്നെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബാക്ക് എൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് CO, C++, .NET, PHP ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റാബേസ് ആണ് MySQL എന്ന് പറയുന്നത്.
സോ ഇത്രയേ ഉള്ളൂ. ഫ്രീ ആൻഡ് ഫാസ്റ്റ് യൂസിങ് റിലേഷണൽ ഡേറ്റാബേസ് മോഡലിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് MySQL. ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പോർട്ടബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ലാംഗ്വേജസിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ ഇൻട്രൊഡക്ഷൻസ് ഓഫ് MySQL. ദെൻ നമ്മൾ ഇനി എങ്ങനെയാണ് ഉബുണ്ടുവിൽ MySQL ഓപ്പൺ ചെയ്യുന്നത്? ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ആക്സസറീസിൻ്റെ അകത്ത് എടുക്കുക. ആപ്ലിക്കേഷൻ ആക്സസറീസ്, അതിൻ്റെ അകത്ത് ടെർമിനൽ. ആ ടെർമിനലിൻ്റെ അകത്ത് നമുക്ക് MySQL എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് MySQL റിട്രീവ് ചെയ്യാൻ പറ്റും. ഉബുണ്ടുവിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് MySQL. സോ ഉബുണ്ടുവിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ, ആക്സസറീസ്, ടെർമിനൽ. അല്ല, നമ്മൾ ടെർമിനൽ വിൻഡോയുടെ അകത്താണ് ടൈപ്പ് ചെയ്യുക. ആ ടെർമിനൽ വിൻഡോ എടുക്കുന്ന സമയത്ത് നമുക്ക് ടെർമിനൽ വിൻഡോയുടെ അകത്ത് ടൈപ്പ് ചെയ്യാനുള്ളത് MySQL root p എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? SQL പേജ് വരും. SQL വരുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നമ്മൾ SQL ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് SQL ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് SQLൻ്റെ അകത്ത് ചെയ്യാനുള്ളത്? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സോ നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ക്രിയേറ്റ് എ ഡേറ്റാബേസ്. ഈ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്രിയേറ്റ് ഡേറ്റാബേസ്. കമാൻഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എറർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നത്. കേസ് സെൻസിറ്റീവ് അല്ല, എങ്ങനെ എഴുതിയാലും വർക്കാവും MySQL. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്രിയേറ്റ് ഡേറ്റാബേസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റാബേസ് ആദ്യം എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ഡേറ്റാബേസ്, ഇതാണ് അതിൻ്റെ കമാൻഡ്. സിൻടാക്സ് ആണ് ഞാൻ എഴുതുന്നത്. അടുത്ത് ഡേറ്റാബേസ് നെയിം കൊടുക്കാം. ഇതാണ് സിൻടാക്സ്. അപ്പോൾ സിൻടാക്സ് നമ്മൾ പറയുന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഡേറ്റാബേസ് നെയിം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡേറ്റാബേസ് ആ MySQLൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഷോ. എന്ത് കമാൻഡാണ്? ഷോ കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എന്തൊക്കെ ഡേറ്റാബേസസ് നമ്മൾ അതിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഷോ. സോ ഷോ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാബേസിനെ നമ്മൾ അറിയുന്നത്. സോ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെ ഡേറ്റാബേസ് ഉണ്ടെന്ന് നോക്കുന്നു. MySQL കയറുന്നു. കയറിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ് ഷോ ഡേറ്റാബേസസ്. സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ ഡേറ്റാബേസും അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. സപ്പോസ് സ്റ്റാഫ്, നോൺ ടീച്ചിങ്, ടീച്ചിങ് 3 പേര് കാണിച്ചു. ഞാൻ ഷോ ഡേറ്റാബേസ് എന്ന് കൊടുത്തപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട്. സോ there are 3 databases in the SQL. ആ MySQLൻ്റെ അകത്ത് 3 ഡേറ്റാബേസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.
സോ നമ്മൾ അതിനെ ഇനി എങ്ങനെ നമുക്കപ്പോൾ പുതിയൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ 3 പേര് യൂസ് ചെയ്യാൻ പറ്റൂല. ഞാൻ വേറൊരു പേര് യൂസ് ചെയ്യുന്നു. ഷോ ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണപ്പോൾ നമ്മുടെ ഡേറ്റാബേസിൻ്റെ അകത്ത് ഏതൊക്കെ ഡേറ്റാബേസ് ഉണ്ടെന്ന് കാണിക്കുകയാണ്. ടു ചെക്ക് വെദർ എ ഡേറ്റാബേസ് എക്സിസ്റ്റ് ഓർ നോട്ട് ഓർ വാട്ട് ആർ ദ ഡേറ്റ ടൈപ്സ് ആർ എക്സിസ്റ്റിംഗ് എന്നുള്ളത് കാണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ക്രിയേറ്റ് ഡേറ്റാബേസ് സ്കൂൾ. ഡേറ്റാബേസ് സ്കൂൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ആ ഡേറ്റാബേസിൻ്റെ പേരാണ് സ്കൂൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ സ്കൂൾ എന്ന് പറയുന്ന ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ഡേറ്റാബേസിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് യൂസ്. ഒരു ഡേറ്റാബേസിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് യൂസ്. അപ്പോൾ എങ്ങനെ എഴുതും? യൂസ് സ്കൂൾ സെമിക്കോളൻ എന്നും കയറിയിട്ട് യൂസ് സ്കൂൾ സെമിക്കോളൻ എന്ന് അടിച്ചാൽ മതി. ഒരിക്കൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത ദിവസം കയറുമ്പോൾ നമുക്ക് യൂസ് സ്കൂൾ എന്ന് പറഞ്ഞ് അടിച്ച് കഴിഞ്ഞിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. സോ ദീസ് ആർ ദ 3 കമാൻഡ്സ് വി ആർ യൂസിങ്. അതായത് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ഡേറ്റാബേസ് യൂസ് ചെയ്തു. അതിനുശേഷം ഏതൊക്കെ ഡേറ്റാബേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത കമാൻഡ് ഷോ. ആൻഡ് ലാസ്റ്റ് ഒരു ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് യൂസ്. സോ നമ്മളിന്ന് നോക്കിയത് ഏതൊക്കെയായിരുന്നു? SQL ആയിരുന്നു. SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇറ്റ്സ് എ ലാംഗ്വേജ് യൂസിങ്. വൈ വി ആർ യൂസിങ് SQL? ഫാസ്റ്റർ ക്വറി പ്രോസസ്സിംഗ്. സെക്കൻഡ് വൺ എന്തായിരുന്നു? നോ കോഡിംഗ് സ്കിൽസ്, പോർട്ടബിൾ ആൻഡ് ഇന്ററാക്റ്റീവ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. So these are the advantages of SQL. Then moving to the components of SQL, there are mainly 3 components of SQL. First one, DDL, data definition language. It is used for retrieving and creation of the database. Second one, data manipulation language, that is DML. It is used to modifying the database. Okay. Then the last component of SQL is DQL, data query language. It is used to fetch data from the database. So moving to our software MySQL, it's a fast and very easy handling relational database model. High security provide ചെയ്യുന്നു, and also it is portable and can be used in various languages like C, C++, PHP and .NET. ഓക്കെ. ഇനി നമ്മൾ നോക്കിയത് how we can open MySQL. എങ്ങനെയാണ് ഉബുണ്ടുവിൽ ഓപ്പൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ആക്സസ് ടെർമിനലിൽ ടൈപ്പ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ 3 കമാൻഡ്സ് ആണ് നോക്കിയത്. ഒരു ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ക്രിയേറ്റ് ഡേറ്റാബേസ് സ്പേസ് ഡേറ്റാബേസ് നെയിം സെമിക്കോളൻ. ഏതൊക്കെ ഡേറ്റാബേസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത കമാൻഡാണ് ഷോ ഡേറ്റാബേസസ് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ആ MySQLന്റെ അകത്തുള്ള എല്ലാ ഡേറ്റാബേസിൻ്റെ പേരും ഡിസ്പ്ലേ ആവും. ഓക്കെ. ലാസ്റ്റ് ടു ഓപ്പൺ എ ഡേറ്റാബേസ് ഏത് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്തത്? യൂസ് എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്തത്. സോ യൂസ് സ്പേസ് ഡേറ്റാബേസിൻ്റെ പേര് കൊടുത്ത് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റാബേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മളിനി അടുത്ത ദിവസം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കുന്നത്. സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സി യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.